രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ കേരളത്തിൽ ആണ് ഉള്ളത്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് കഴിഞ്ഞ ദിവസം ദ്രൗപദി മുർമു കേരളത്തിൽ എത്തിയത്. ഇന്ന് പ്രധാനപ്പെട്ട പദ്ധതി യാത്ര എന്നത് ശബരിമലയിലേക്കാണ്. ഇപ്പോൾ ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി പമ്പയിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ്. രാവിലെ 7:30 ആയിരുന്നു രാഷ്ട്രപതി ഭവനിൽ നിന്ന് പ്രമാടത്തേക്ക് രാഷ്ട്രപതി യാത്ര തിരിച്ചത്. പമ്പയിൽ കെട്ടുനിറച്ച ശേഷം 11:45 സന്നിധാനത്തേക്ക് എത്തും. രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. നിലയ്ക്കലിലെ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ നിശ്ചയിച്ച യാത്രയിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. എപ്പോഴായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്? ഒപ്പം രാഷ്ട്രപതിയുടെ മറ്റ് സമയക്രമങ്ങൾ. അഭിലാഷ, രാജ്ഭവനിൽ നിന്ന് 9 മണിക്ക് ശേഷം മാത്രമേ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ശബരിമല ദർശനത്തിനായി പോകാനായി ഇറങ്ങുകയുള്ളൂ എന്ന വിവരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെ നേരത്തെ, ഏതാണ്ട് 7:30 ശേഷം തന്നെ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക്, ശംഖുമുഖത്തെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലയ്ക്കലിന് പകരം പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവിടെ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ആന്റണി MP, KU ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്നു, പ്രമാടം ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് രാഷ്ട്രപതി അല്പസമയം മുമ്പ് യാത്ര തിരിച്ചിരിക്കുന്നത് ശബരിമലയിലേക്ക്, പമ്പയിലേക്ക്. പമ്പയിൽ കെട്ട് നിറച്ചതിന് ശേഷമാകും അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഗൂർഖ ഫോഴ്സിന്റെ വാഹനങ്ങളിൽ 6 വാഹനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആ വാഹന വ്യൂഹത്തിലായിരിക്കും സന്നിധാനത്തേക്ക്. ഏതാണ്ട് 11:50 സന്നിധാനത്തെത്തും രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 12:20 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്തും. ഉച്ചപൂജ കണ്ട് തൊഴുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതിനുശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരിക്കും വിശ്രമം. 3 മണിയോടെ തിരികെ അതേ ഗ്രൗണ്ടിലേക്ക്, പ്രമാദ ഗ്രൗണ്ടിലേക്ക് മടങ്ങും. നേരത്തെ നിലയ്ക്കലിലേക്ക് മടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത് പ്രമാദത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4:20 ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങളുള്ളത്. ഒരുപക്ഷേ അല്പം കൂടി ഈ സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വൈകുന്നേരം തിരികെ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഷെഡ്യൂൾ. അതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പത്തനംതിട്ടയിലും ശബരിമലയിലും തിരുവനന്തപുരത്തുമൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. ശശിനാരായണൻ കൂടിയുണ്ട്. ശശിനാരായണൻ, ഇതിലിപ്പോൾ ഈ കോൺക്രീറ്റ് ഇന്ന് രാവിലെയാണ് പ്രമാടത്ത് ഇട്ടത് എന്നുള്ളതാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന റൂട്ടല്ല. പക്ഷെ പലപ്പോഴും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാകും. അത്രമേൽ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണല്ലോ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും ഈ ഹെലികോപ്റ്ററിന്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്നു എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നോ? ഈ സമയക്രമത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ? മറ്റു പ്രതിസന്ധികൾ ഉണ്ടായോ? അഭിലാഷെ, അത്തരത്തിലൊരു ആശങ്കയ്ക്ക് കാരണമൊന്നുമില്ല. സാധാരണഗതിയിൽ നിലയ്ക്കൽ ഇറങ്ങാനാണ് രാഷ്ട്രപതിയുടെ നേരത്തെ തീരുമാനിച്ചത്. രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് വീണ്ടും അത് പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്രമീകരണം, അതായത് സുരക്ഷാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും രാവിലെ കോൺക്രീറ്റ് എല്ലാം ഇട്ടിരുന്നു. പക്ഷേ കോൺക്രീറ്റ് സെറ്റ് ആവാനൊക്കെ ചെറിയൊരു താമസം ഉണ്ടായി. പക്ഷേ അതിൽ അപകടകരമായ കാര്യങ്ങളൊന്നുമല്ല. ചെറിയ രീതിയിൽ ഈ ഹെലികോപ്റ്ററിന്റെ ടയർ ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് താണു. ആ സമയത്താണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം രാഷ്ട്രപതി ഇറങ്ങിയതിനു ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഇത് തള്ളി നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തള്ളി ഹെലികോപ്റ്റർ ഒന്ന് നീക്കുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊരു വലിയ അപകടകരമായ കാര്യമല്ല. പക്ഷേ അത്തരം ഒരു കാര്യം അടിയന്തര ഘട്ടത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമായി വേണം നമുക്കത് കാണാം. പക്ഷെ സുരക്ഷാ വീഴ്ച എന്ന് പറയാനും പറ്റും. അത്തരത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. കാരണം
നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ള കാരണത്തിൽ അവിടെ പൂർണ്ണമായി എല്ലാം സജ്ജീകരിക്കും. രണ്ടാമത് പ്രമാണത്തിൽ ഇതിലുള്ള ക്രമീകരണം ഉണ്ടായത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരമൊരു സൗകര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ടാവണം, അത് സജ്ജമാക്കിയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അത്തരത്തിൽ സുരക്ഷയെ സംബന്ധിച്ച് രാഷ്ട്രപതിയാണ് വരുന്നത്, അക്കാര്യത്തിൽ നേരത്തെ തന്നെ ക്രമീകരിക്കേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു അപകടമോ മറ്റു കാര്യങ്ങളോ താമസമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഈ കോൺഗ്രസ് സെറ്റ് ആവുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ വന്ന് അവിടെ രാവിലെ ഇറങ്ങി അത് ചെറിയ രീതിയിൽ താഴ്ന്നൊരു സാരിയോടെ തള്ളി മാറ്റിയെന്നുള്ളത് മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ അല്പസമയത്തിന് രാഷ്ട്രപതി തിരിച്ചിട്ടുണ്ട്. ശബരിമല ദർശനമാണ് പ്രധാനമായിട്ടുള്ളത്. ദേവസ്വം മന്ത്രി വാസവൻ, ഒപ്പം ആന്റോ എം പി, കെ ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായണ MLA, ജില്ലാ കളക്ടർ, SP തുടങ്ങിയവരാണ് രാഷ്ട്രപതിയെ പ്രമാണം രാജീവ് ഗാന്ധി ബസ് സ്റ്റേഡിയത്തിൽ സ്വീകരിച്ചത്. അതിനുശേഷം വാഹന വ്യൂഹത്തിലാണ്. ഇവിടെ 78 കിലോമീറ്റർ ഉണ്ട്. വാഹന റോഡ് മാർഗമാണ് രാഷ്ട്രപതി സഞ്ചരിക്കുന്നത്. ഏതായാലും ഒരു 11:50 കൂടി സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പമ്പയിലെത്തിയതിനു ശേഷം സ്നാനം ഒഴിവായിക്കൊണ്ട് പ്രത്യേകമായി കാല് മാത്രം നനച്ച് അവിടെ ശുദ്ധി വരുത്തിയതിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടുനിറയ്ക്കുന്നത്. അവിടുന്ന് പ്രത്യേകം ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്ത് എത്തിച്ചേരും. 11:50 കൂടി അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരം. അവിടെ ദർശനം നടത്തിയതിനു ശേഷം റെസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമായിരിക്കും തിരികെ വീണ്ടും പ്രമാണത്തെത്തി മടങ്ങുക. ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമാക്കി ഒരുപക്ഷെ നിലയ്ക്കലിൽ നിന്നും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് ഈ കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഇവിടെ രണ്ട് സ്ഥലവും നിലയ്ക്കലും അതുപോലെ തന്നെ പ്രമാണത്തും വേണ്ട ക്രമീകരണങ്ങളെല്ലാം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദർശനത്തിന് ഇന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. സന്നിധാനത്ത് വലിയ സുരക്ഷയാണ്. 2-3 ദിവസമായി ഈ സ്പെഷ്യൽ സുരക്ഷ പോലീസിന്റെ സുരക്ഷയാണ്. റോഡും ഒക്കെ ഗതാഗതത്തിനൊക്കെ നിയന്ത്രണമുണ്ട്. ജില്ലയിൽ നിന്ന് അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന മഞ്ഞ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു. ആ തിരക്കുകളെല്ലാം ഒഴിവാക്കി കനത്ത സുരക്ഷയിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്ന് പറയാം. എന്തായാലും ഈ ദർശനത്തിന് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷം 3:30 രാഷ്ട്രപതി തിരികെ മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രപതി കേരളത്തിലേക്കുള്ള ഷെഡ്യൂൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നതാണ്. അതിനിടയിലാണ് മഴ ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശന പരിപാടികൾ മാറ്റിവെച്ചിട്ടില്ല. ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തുകയാണ്. ഏതാണ്ട് 11:50 ദർശനം നടത്താൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു സമയക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഡാൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇന്നിപ്പോൾ ഈ ദർശനം തന്നെയാണ്. അത് സ്വാഭാവികമായും വലിയ തോതിൽ നമുക്കറിയാം ശബരിമല എന്നത് നിലവിൽ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. എങ്കിൽ പോലും ഈ ദർശനത്തോടുകൂടി ഉത്തരേന്ത്യയിലടക്കം കൂടുതൽ ശ്രദ്ധ വരുന്ന, വാർത്താ പ്രാധാന്യം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒപ്പം ഡാൻ, ഈ ഇന്നത്തെ പ്രോഗ്രാം മാത്രമല്ലല്ലോ, കേരളത്തിലെത്തിയ രാഷ്ട്രപതിക്ക് മറ്റു ചില പരിപാടികളിൽ കൂടി പങ്കെടുക്കുന്നുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ഡാൻ. അതായത് നാളെ രാവിലെയാകും മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുക. അതിനുശേഷം 11:55 വർക്കലയിലേക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെടും. തുടർന്ന് 12:50 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പിന്നീട് 3:50 കോട്ടയത്ത് പാല സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിലെത്തും. അവിടെ നിന്ന് 4:15 കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ഉദ്ഘാടനം ചെയ്യുക നാളെ വൈകുന്നേരം. പിന്നീട് അവിടെ നിന്ന് കുമരകത്ത് ആണ് നാളത്തെ രാഷ്ട്രപതിയുടെ വിശ്രമം.